മരങ്ങളുള്ളത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അല്ലേ മാവ് പ്ലാവ്. എൻ്റെ നാട്ടിലുള്ള ഇവിടെ ഒരു സരസ്വതി വിദ്യാ കേന്ദ്രം. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അമ്മ വാങ്ങിത്തന്ന സർപ്രൈസ് ഗിഫ്റ്റായ ഈ പ്രിൻ്റഡ് ചുരിദാറൊക്കെ ഇട്ട് ഒരുങ്ങി പോണത് എങ്ങോട്ടാണെന്നറിയണ്ടേ? ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. വടക്കൻ കേരളത്തിൽ ഉത്സവം തുടങ്ങിയാലേ പിന്നെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി പകൽ ഒന്നുമില്ല, ക്ഷേത്രത്തിൽ എല്ലാവരും പോകും. മകരമാസം കഴിഞ്ഞാൽ പിന്നെ മകരവിളക്ക് കഴിഞ്ഞാൽ പിന്നെ വടക്കൻ കേരളത്തിലെ ഉത്സവങ്ങളുടെ കാലമാണ്. വേല, തിറ, പൂരം, തെയ്യം. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞു കൊണ്ടുപോയി എന്താണെന്ന് വെച്ചാൽ ശിവക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയപ്പോൾ ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ. ഞാൻ, അമ്മേൻ്റെ കൂട്ടുകാരി. രാവിലെ ഒരു 11 മണിക്കാട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അമ്മയുണ്ട്, അമ്മേൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി പൊക്കിയമ്മയുണ്ട് കേട്ടോ. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഈ വഴി കൂടെ പോയാൽ ഇവർക്ക് എല്ലാവരും പരിചയക്കാരാണ് കേട്ടോ. ഈ ഭാഗം വല്യകുന്ന് എന്നാണ് പറയുക. അപ്പോൾ ഈ വല്യകുന്നമ്മൽ ഇവിടെ ഒരു കല്യാണമൊക്കെ ഉണ്ട്, അടുത്ത മാസമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോ വിശേഷങ്ങൾ, അപ്പുറം ഇപ്പുറമുള്ള വീടുകളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഇങ്ങനെ പോവാണ്. വെയിൽ നല്ല ചൂടാണ് കേട്ടോ, പക്ഷേ ഈ ഷാളുള്ളതിനോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇവിടെ കുറച്ച് നല്ല തണലുണ്ട് അല്ലേ, മാവ് പ്ലാവ്. എൻ്റെ നാട്ടിലുള്ള അറിയില്ല, എല്ലാ പേരും എല്ലാം അറിയാം. എന്നാ അറിയുന്ന ആരെങ്കിലും ആവും. അല്ലമ്മേ, വെറും മാവന്നെ കാണുന്നുള്ളൂ, ഒറ്റ പ്ലാവ് കാണുന്നില്ലല്ലോ. ഇല്ല, മാവൊന്നും പൂത്തിട്ടില്ല. ആ, പിന്നെ മാവുണ്ട്, ഒറ്റ പ്ലാവും ഇല്ലല്ലേ. ഇല്ലേ, ഇത് തൊഴിലുറപ്പുണ്ടല്ലോ. ഇന്നലെ മിഞ്ഞാന്നല്ലേ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയത്, 2-ാം തീയതി. ഈ കത്തി നിൽക്കുന്ന വെയിലത്തെ എൻ്റെ ചുരിദാറിൻ്റെ കളറ് നല്ല രസമുണ്ടല്ലേ. ലൈറ്റ് റോസ് നല്ലൊരു കളറായിട്ട് തോന്നുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഷാൾ ഇട്ടത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, വെയിലടിക്കില്ലല്ലോ. നടക്കാനിട്ടു ഞങ്ങൾ അന്ന് ശിവരാത്രിക്ക് പോകുന്ന അമ്പലത്തിലത്. ദേവീക്ഷേത്രത്തെയും അയ്യപ്പ ക്ഷേത്രത്തെയും ഉത്സവം കഴിഞ്ഞു. അത് ജനുവരി ലാസ്റ്റ് ഫെബ്രുവരിയിലൊക്കെ ആയിട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് ശിവക്ഷേത്രത്തിൽ, വളയം പരദേവത ശിവക്ഷേത്രം. മകരവിളക്ക് കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവമായിരിക്കും. എല്ലാവരും പോവുകയും ചെയ്യും കേട്ടോ. ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് അതൊരു എന്താ പറയുക, ഒരു വിശ്വാസമാണ്. ഈ ഗൾഫിൽ പോയ ആൾക്കാർ, ഇവിടെയൊക്കെ അധികം ഗൾഫുകാർ ഒരുപാടുണ്ട്. ഗൾഫിൽ പോയ ആൾക്കാർ, പിന്നെ പട്ടാളക്കാർ ഒരുപാടുണ്ട്. പട്ടാളക്കാർ എല്ലാവരും ഉത്സവ സമയം നാട്ടിൽ വരും. നല്ല വെയിലുമാണ്, നല്ല കാറ്റും അടിക്കുന്നുണ്ട്. രണ്ടാളും ബാക്കിൽ വെയിലത്ത് വരുന്നത്. നല്ല വെയിൽ, നല്ല നിലാവ്. വഴിയിലൊക്കെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആവശ്യമില്ലാത്തവർക്ക് ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവും, ആവശ്യക്കാർക്ക് ഉണ്ടാവില്ല. ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ടോ ആ റോഡിലൂടെ പോയാൽ വളയത്തേക്ക് എത്തും. വളയം ടൗണിലേക്ക് നിറയെ പോക്കറ്റ് റോഡുകളുണ്ട്, തലങ്ങും വിലങ്ങുമായിട്ട്. ആ റോഡിനല്ല നമുക്ക് പോകേണ്ടത്, നമുക്ക് ഈ റോഡിനാണ് പോകേണ്ടത് കേട്ടോ. ഇനി 2-ാം തീയതി ഉത്സവം തുടങ്ങി, ഇനി 9-ാം തീയതി വരെയാണ് തോന്നുന്നു വലിയ പരിപാടികളായിട്ട്, സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികളൊക്കെ. അമ്മേൻ്റെ ഭയങ്കര കൂട്ടുകാരിയാണ് കേട്ടത്, ഡിയറസ്റ്റ് ഫ്രണ്ട് പൊക്കിയമ്മ. രണ്ടാളും എന്തൊക്കെയാണ് പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാണ്ടല്ലോ എഴുതിയിട്ട് മുൻപിൽ ഇങ്ങനെ നടന്നു പോരാ. ഇതാ അപ്പോൾ ക്ഷേത്രത്തിലെത്തി, ആൽമരം കാണുന്നു. ആൽമരം ഇതാ. ഇവിടെ ഒരു സരസ്വതി വിദ്യാ കേന്ദ്രം, വളയം സരസ്വതി വിദ്യാപീഠം.
ഇതാണ് കേട്ടോ സരസ്വതി വിദ്യാലയം. ഈ ക്ഷേത്രമൊക്കെ ഞാൻ ഒരുപാട് മുൻപ് കാണിച്ചു തന്നിട്ടുണ്ട്. ശിവരാത്രിക്ക് വന്നിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ. ഓഹോ, ക്ഷേത്രത്തിൽ നടപ്പന്തലൊക്കെ ഉണ്ടാക്കിയെന്നല്ലോ. അങ്ങനെ ഞങ്ങളിത് ആ ക്ഷേത്രത്തിലെത്തിയിട്ടോ. ക്ഷേത്രത്തിൽ പിന്നെ ഉത്സവനിധിയിലേക്ക് ഫണ്ടുണ്ട്, അത് കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി. ഞങ്ങൾ ചെന്നപ്പോൾ നട അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ഷേത്രം ഉത്സവമായതുകൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. മുറ്റത്ത് വലിയൊരു കൊടിമരം. പിന്നെ ഇതിൻ്റെ മുൻപ് വന്നപ്പോൾ ഈ നടപ്പന്തലൊന്നും ഇല്ലായിരുന്നു കേട്ടോ മുറ്റത്ത്. ഇപ്പോൾ മുറ്റത്ത് നടപ്പന്തലൊക്കെ ഉണ്ട്. ഇനി താഴെ കട്ട വിരിക്കുന്നുണ്ട്. കല്ല് പതിക്കാൻ അതിൻ്റെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ക്ഷേത്രത്തിലധികം തിരക്കൊന്നുമില്ല കേട്ടോ. ആളുകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച ഉത്സവമായതുകൊണ്ട് ഈ തിരക്ക് കൂടിക്കൂടി ഇങ്ങനെ വരും. ഏത് അമ്പലത്തിൽ പോയാലും അമ്പലക്കുളമൊന്നും കാണാതെ പോരൂല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു. നല്ല സാമ്പാർ പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അന്നദാനം ഈ ഒരാഴ്ച അന്നദാനം ഉണ്ട് കേട്ടോ. അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഈ കയറ്റം അങ്ങോട്ട് കയറുന്നില്ല. വെയിലായതുകൊണ്ടായിരിക്കാം. വെയിലാണെങ്കിലും ഇങ്ങനെ മരങ്ങളുള്ളത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്താ വെയിൽ, എൻ്റെ അമ്മേ. നമ്മളിപ്പോൾ ഈ വെയിലേ കൊള്ളുന്നുള്ളൂ. ഈ വെയിലത്ത് ജോലി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടാവില്ലേ? അതാ ഞാൻ വേഗം ആലോചിക്കുക. നമ്മളിപ്പോൾ ഈ കുഞ്ഞ് വെയിലല്ലേ കൊള്ളുന്നുള്ളൂ. വെയിലത്ത് അത്രയും ആൾക്കാർ ജോലി എടുക്കുന്നുണ്ട്. ചെറിയൊരു കയറ്റാണ് കേട്ടോ. ചെറിയൊരു അകരം. ബാക്കിൽ രണ്ടാൾക്കാരും ഇങ്ങോട്ട് കയറിയിട്ടില്ല. കുറച്ചൊരു തണലുള്ള അടുത്തെത്തി. മരങ്ങൾ വെച്ച് പിടിപ്പിക്കൂ, പ്രകൃതിയെ സംരക്ഷിക്കൂ. നല്ല കാറ്റ്. ഏത് വെയിലത്തും മരങ്ങളുള്ള സ്ഥലത്തെത്തുമ്പോൾ നല്ല കാറ്റായിരിക്കും. എൻ്റെ അമ്മേ, ഭക്ഷണം കഴിച്ചിട്ട് വയറ് തന്നിട്ട് നടക്കാൻ വയ്യ. മാവ്, പ്ലാവ്, പിന്നെ പറങ്കി മാവ്, തെങ്ങ്, കവുങ്ങ്, എന്താ പുളി, എല്ലാ മരത്തുമ്മലും കുരുമുളകുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ അധികം നാണ്യവിളകളാണ്. തെങ്ങ്, കവുങ്ങ്, അടയ്ക്ക, കുരുമുളക്, പിന്നെന്താ മാവ്, പ്ലാവ്, ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ നാട്ടിൽ അത്ര ചക്ക അവിടെ ഇല്ല, കുറവാ. ഇനി അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്ന കയറ്റം, ഇതങ്ങോട്ട് ഇറക്കം. അമ്മയുടെ കൂട്ടുകാരി അപ്പുറമുള്ള വീടുകൾ കൂടെ ഒക്കെ സംസാരിച്ച് പരിചയം പുതുക്കിയിട്ടൊക്കെ ഇങ്ങനെ വരികയാണ്. ഞാൻ തണലുള്ള സ്ഥലത്ത് പോയി നിൽക്കട്ടെ. നല്ല ഇറക്കാണല്ലോ. നിറയെ ഉണ്ണിമാങ്ങ വീണ് നടക്കുന്നുണ്ട്. കണ്ണിമാങ്ങകൾ. എൻ്റെ അമ്മേ, ഇതാ കണ്ണിമാങ്ങ പ്രായത്തിൽ. ആ മാങ്ങ നല്ല മണമുണ്ട്. എന്താണത് അങ്ങനെ വരുന്നത്? എന്താ മണം! കണ്ണിമാങ്ങ വേറെ തന്നെ. ഓ, ഇനിയിപ്പോൾ ആ വഴി മൊത്തം വെയിൽ. റോഡ് മൊത്തം നടക്കാനാട്ടോ. അവിടെ അങ്ങെത്തണം. ടിങ്ക മാങ്ങ. എനിക്കിങ്ങനെ അമ്പലത്തിൽ ഉത്സവങ്ങൾക്ക് പോകണം എന്താണെന്നറിയോ? വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. വീട്ടിൽ അടുക്കള പണി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ.
അപ്പോൾ ഉത്സവമൊക്കെ ഉണ്ടായാലും അമ്പലത്തിൽ വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും പോകും. അങ്ങനെ സമയം പോവാം. വീടിൻ്റെ ഒരു പൂവ് കണ്ടോ, എന്ത് രസമാണ്. ആയി ബോഗൻവില്ല. ഇവിടുത്തെ പൂവാണ്ട്. ആരെങ്കിലും കണ്ടിടന്നൊന്നും അറിയില്ല. അമ്മേ, ഓട്ടോ പോണ റോഡിനെങ്ങനെ നടന്നു പോണ്ടേ. ഇപ്പം സമയം 1:45. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.